ഈ കാണുന്ന മലനിരകളാണ് സത്പുട പർവ്വതങ്ങൾ. ഉയർന്നു നിൽക്കുന്ന ഈ മലകൾ മഹാരാഷ്ട്ര ഭൂമിയുടെ തെക്കുപടിഞ്ഞാറ് ദിശയിൽ നിലകൊള്ളുന്നു. കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്ന ഭൂപ്രകൃതിയാണ് ഈ പർവ്വതനിരകൾക്കുള്ളത്. മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ഇന്ത്യയുടെ ഹൃദയഭാഗമായ ഗ്രാമങ്ങൾക്കുള്ളിലെ ഗ്രാമങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചാവറ മിഷൻ തങ്ങളുടെ സേവനവേദി ഒരുക്കിയിരിക്കുന്നത്. മലം ചെരുവുകളിലൂടെയുള്ള ദുഷ്കരമായ യാത്രയ്ക്ക് ശേഷമേ ഈ ഗ്രാമങ്ങളിൽ എത്തിച്ചേരാനാവൂ. യാത്ര വനത്തിലൂടെയാണെങ്കിലും ചിലയിടങ്ങളിൽ വീടുകളും ചെറിയ പള്ളിക്കൂടങ്ങളുമുണ്ട്. പള്ളിക്കൂടങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഈ കാണുന്ന കുട്ടികൾ. ബസ് യാത്രാ സൗകര്യം നന്നേ കുറഞ്ഞ ഇവിടെ ജനങ്ങൾ കൂടുതലായും 4 ചക്ര വാഹനങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുത്തെ ഗ്രാമീണ ജനങ്ങൾക്കുള്ള നാഗരികതയുടെ ഒരു ചെറിയ ദർപ്പണമാണ് ദഡ്ഗാവ് പട്ടണം. ബസ്സിലുള്ള യാത്ര ഇവിടെ അവസാനിച്ചു. ഇനിയുള്ള യാത്ര കാൽനടയാണ്. ഇത് കാമോത്രി ഗ്രാമം, സ്നേഹിക്കുന്നവരുടെ നാട്. പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ ഗ്രാമവാസികൾ. ഉണക്കി വച്ചിരിക്കുന്ന ഈ ചാണകക്കട്ടകൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനും മഞ്ഞുകാലങ്ങളിൽ തീ കായുന്നതിനുമാണ് ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത്.
ഇവരുടെ വീട് നിർമ്മാണം പ്രധാനമായും കുറ്റിച്ചെടികൾ കൊണ്ടും ഈറ്റത്തണ്ടുകൾ കൊണ്ടുമാണ്. ബെത്ലഹേമിലെ തിരുക്കുടുംബത്തെ പോലെ കന്നുകാലികളും ആടുമാടുകളും കോഴികളും പട്ടിയും ഉൾപ്പെട്ട ഒരു കൂരയ്ക്ക് കീഴിൽ അന്തിയുറങ്ങുന്ന ജനവിഭാഗമാണ് ഇവിടെയുള്ളവർ. ഇവർക്കിടയിൽ പരാതികളുടെയും പരിഭവങ്ങളുടെയും തേങ്ങലുകൾ ഇല്ല. വീട്ടിൽ വരുന്നവരെ വെള്ളം നൽകി സ്വീകരിക്കുന്നത് ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സാക്ഷരത നിരക്ക് വളരെ കുറവുള്ള ഇവരുടെ ഇടയിലേക്ക് അറിവിൻ്റെ വെളിച്ചവുമായാണ് ചാവറ മിഷൻ എത്തിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 19ഓളം ഗ്രാമങ്ങളിലായി 30ഓളം ക്ലാസുകളാണ് ഇവിടെ നടക്കുന്നത്. മിക്കവാറും ക്ലാസുകൾ അധ്യാപകരുടെ വീടുകളിൽ തന്നെയാണ് നടക്കുന്നത്. മുതിർന്നവരുടെയും കുട്ടികളുടെയും സൗകര്യാർത്ഥം ക്ലാസുകൾ രാത്രിയും പകലുമായി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. लक्ष द्यायचं हा सगळ्यांनी. हे काय आहे? हे काय आहे? हा हे को को जरांनी बोला सगळ्यांनी. हा हे को सगळ्यांनी बोलायचं हा एकत्र. हा काय काय झालं हे? जरांनी बोला हा. सगळ्यांनी बोलायचं हा. अजून हा काय आहे? को. अजून ही एक रेष लावली त्याला हा. काय झाला? आणि हे एकत्र जोडून दिलं आता तर काय झालं आता? सगळ्यांनी बोलायचं हा. हे काय आहे? काका. सगळ्यांनी बोला. अश्विनी त्यांच्या मागे आपल्या शाळेचं आहे का? नाही. शाळेमध्ये जाऊया. आपण सारे जाऊया. शाळेमध्ये जाऊया. शाळेमध्ये जाऊया. शाळेमध्ये बसूया. शाळेमध्ये बसूया. लिखणे वाचणे शिकूया. शाळेमध्ये बसूया. लिखणे वाचणे शिकूया. आपण सारे जाऊया. शाळेमध्ये जाऊया. आपण सारे जाऊया. शाळेमध्ये जाऊया. शाळेमध्ये बसूया. शाळेमध्ये जाऊया. लिखणे वाचणे शिकूया.
വളരെ പുരാതന രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ഇവർ റൊട്ടി ഉണ്ടാക്കാനുള്ള ധാന്യങ്ങൾ പൊടിക്കുന്നത് ഇത്തരത്തിലുള്ള ഉരലിലാണ്. ഗ്രാമവാസികളുടെ കൃഷിയിടമാണ് നാം ഇവിടെ കാണുന്നത്. ഈ കൂട്ടിയിട്ടിരിക്കുന്ന പുല്ല് കന്നുകാലികൾക്കുള്ളവയാണ്. വികസനത്തിന്റെ പാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമം റോഡ് പണിയാനുള്ള പരിശ്രമങ്ങളിലാണ്. ഉയർന്ന കുന്നുകളുടെ ഗ്രാമമെന്നറിയപ്പെടുന്ന കാത്ര എന്ന ഗ്രാമമാണ് നാം ഈ കാണുന്നത്. മറാഠി, കണക്ക്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങൾ പാട്ടുകളിലൂടെയും കളികളിലൂടെയും പഠിപ്പിക്കുന്ന പാഠ്യരീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ആരോഗ്യം, വനസംരക്ഷണം, ശുചിത്വം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നു. देवामुषी हीच प्रार्थना बुद्धी दे कुविसारांना थारा नसू दे सदा पाठीशी तुझा राहू दे हातशी हे करुणा गणा देवामुषी हीच प्रार्थना देवामुषी हीच प्रार्थना खाना
മഴയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് മഴയുടെ ദൗർലഭ്യം പലപ്പോഴും കൃഷിയെ ബാധിക്കുന്നു. മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ അടുത്ത മഴയ്ക്കായി ഇവർ കാത്തിരിക്കുകയാണ്. ദഡ്ഗാവ് ഗ്രാമത്തിലെ ജനങ്ങളുടെ അജ്ഞതയുടെ ഇരുൾ മാറ്റി അറിവിൻ്റെ അഞ്ജനം എഴുതാൻ തയ്യാറായ ചാവറ മിഷനെ കുറിച്ച് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ നമ്മോട് സംസാരിക്കുന്നു. सातपुड़ा चावरा शैक्षणिक संस्था दड़गांव, ये नंदुरबार से शुरू है। 3 साल से अभी यहाँ दड़गांव में काम कर रहा है और सब विलेज पर खेड़ों पर हम सोशल वर्कर का काम करते हैं। अभी सब कुल मिला के 19 क्लास चालू है, नाइट के 6 और बाकी सुबह 8 से 10 बजे तक। ബേസ്റോമ കുന്നിലെ അറിവിൻ്റെ കന്നിത്തിരി തെളിയിച്ച വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ അനുകരിച്ച് സത്പുട പർവ്വതനിരയിലെ ആദിവാസികൾക്കായി അറിവിൻ്റെ തിരിതെളിയിക്കുവാനായി മനവും മെയ്യും മറന്ന് അധ്വാനിക്കുന്ന ചാവറയിലെ മിഷണറിമാരോടൊപ്പം ക്രിസ്തുവിൻ്റെ രാജ്യം വിസ്തൃതമാക്കുവാൻ നമുക്കും മുന്നേറാം.